കൂദാശ കച്ചവടക്കാരെ പിതാവേ എന്ന് വിളിച്ചാൽ നമ്മുടെ പിതാവിനെ എന്ത് വിളിക്കും? സഭകൾ എന്ന പേരിൽ മാമോൻ സേവക സംഘം ഉണ്ടാക്കി ബാലേക്കാരെയും ചവിട്ടുനാടകക്കാരെയും പോലും ലജ്ജിപ്പിക്കും വിധം രാജാപ്പാട്ട് വേഷവും കെട്ടി പെണ്ണുകെട്ടാതെ നടക്കുന്ന ആളുകളെ അടിമവിശ്വാസികൾ പിതാവേ, തിരുമനസേ എന്നൊക്കെ വിളിക്കുന്നു. തങ്കച്ചനെന്നും കുട്ടച്ചനെന്നും ഇത്താപ്പിരി എന്നുമൊക്കെയുള്ള പേര് മാറ്റി വായിൽ കൊള്ളാത്ത പേരുമിട്ട് പിതാവേ എന്ന് വിളിപ്പിച്ച് സായുജ്യമടയുന്ന ഈ അന്തിക്രിസ്തുക്കളെ പിതാവേ എന്ന് വിളിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ് മൈച്ചർ സ്ഥാപകൻ എ വി തോമസ് അച്ചായൻ. അവരുടെ സഭാധ്യക്ഷന്മാരെ പിതാവ്, പരിശുദ്ധ പിതാവ്, വന്ധ്യപിതാവ്, പരിശുദ്ധ കാതോലിക്ക, സഭയുടെ പരമാധ്യക്ഷൻ എന്നൊക്കെ തരത്തിലുള്ള ചില വിശേഷണങ്ങൾ കൊടുക്കുന്നത് കാണുന്നു. ഈ പൗരോഹിത്യ വർഗത്തെ പിതാവെന്നോ പരിശുദ്ധ പിതാവെന്നോ ഒക്കെ വിളിക്കുന്നതിന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയാണോ തെറ്റാണോ? ഇത് ഭയങ്കര തെറ്റാ. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരിത് മനസ്സിലാക്കാത്ത കൊണ്ടല്ല ഈ കാണിക്കുന്നത്. കാരണം ഇവർക്ക് ഡയറക്ഷൻ കിട്ടുന്നത് പിശാചിന്റെ കയ്യിൽ നിന്നാണ്. പിശാജ് ഇവരോട് പറഞ്ഞു കൊടുക്കും, വേണ്ട, അങ്ങനെ വേണ്ട, നിങ്ങളുടെ സ്ഥാനം പോവും, നിങ്ങൾക്ക് പൗരോഹിത്യം ഇല്ലാത്തവരാണ്, പൗരോഹിത്യം സക്രിയയോടുകൂടി നിന്നു പോയതാണ്, ഇപ്പൊ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് വെറും ഷോ മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അനുസരിക്കരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ചിലത് മാത്രം പറയാം. ഒന്ന്, നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ, ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുത്തൻ അത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. മത്തായിയുടെ സുവിശേഷം 23:9 ഇത് പറയുന്നത് യേശുവാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒന്ന്, നിങ്ങൾ സഹോദരന്മാർ എങ്ങനെയാ ഒരുത്തനെ കയറിയ പിതാവ് എന്ന് വിളിക്കുന്നത്? അത് തെറ്റ്. രണ്ടാമത്, ഭൂമിയിൽ നിങ്ങൾ ആരെയും അങ്ങനെ വിളിക്കരുത്, കാരണം നിങ്ങളുടെ പിതാവായ ഞാൻ സ്വർഗസ്ഥനത്രേ. അപ്പോ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് വ്യക്തമാണ്. പിന്നെ പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകൻ ആകണം. ഇപ്പോൾ പിതാവ് എന്ന് പറഞ്ഞിരുന്നാൽ വലിയൊരു സ്ഥാനമാണ്. ഇവരാ സ്ഥാനത്തിരുന്നിട്ട് എങ്ങനെ ശുശ്രൂഷകനാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ ആ കൽപ്പനയെ അവരങ്ങ് ലംഘിക്കുകയാണ്. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഉൽപ്പത്തി 1:26 വായിക്കുക. ഉണ്ടാക്കുക എന്നുള്ളത് പിതാവിന്റെ ലക്ഷണമാണ്, അത് പിതാവിന്റെ അവകാശമാണ്. ഉണ്ടാക്കാത്തവൻ എങ്ങനെ കയറി പിതാവാകുന്നത്? അപ്പൊ അത് തെറ്റ്. കർത്താവിന്റെ കൽപ്പന പ്രകാരം സ്വന്തം സ്വരൂപത്തിൽ മക്കളെ ഉണ്ടാക്കിയതാ നമ്മള്. ഇവര് ഈ ഉണ്ടാക്കലുമായിട്ട് എന്തുവാ ബന്ധം? ഒന്നുമില്ല. അപ്പൊ അത് വെറും വിട്ടിത്ത. പിന്നെ വേദപുസ്തകത്തിൽ ഒരാള് വേറൊരാളെ പിതാവെന്ന് വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. കാളയെ പൂട്ടുകാരനായ ഏലീശായെ ശിഷ്യനും പ്രവാചകനുമാക്കിയതാകയാൽ അവൻ ഏലിയാവിനെ പിതാവേ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. ആരും കണ്ടിട്ടില്ലാത്ത അഗ്നിരഥം കണ്ട് ആശ്ചര്യം കൊണ്ട് വിളിച്ചു പോയതാകുന്നു ഏലീശായെ ഉണ്ടാക്കിയത് ഏലിയാവല്ല, ഉണ്ടാക്കിയവനാകുന്നു പിതാവ്. പിന്നൊന്ന്, ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. യെശയ്യാവിന്റെ 42:8 ഞാൻ വായിച്ചത്. പിതാവ് എന്നുള്ളത് ദൈവമായ നമ്മുടെ കർത്താവിന് മാത്രം അർഹതയുള്ളതാണ്. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കയില്ല എന്ന് പിതാവ് പറയുന്നു. പിന്നെ ഇവര് പറയുന്നത് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ഒക്കുവോ? ഒരിക്കലും പാടില്ല. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനുമായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ഈ നാമും ദൈവവും അല്ലാതെ ഇതിനിടയ്ക്കങ്ങ് ഒരുത്തനും ഇല്ല. അങ്ങനെ കയറി ആരെയും പിതാവെന്ന് വിളിക്കുന്നത് 1 കൊരിന്ത്യർ 8:6 പ്രകാരം ഭയങ്കര തെറ്റാണ്. പിന്നെ എല്ലാവരും കൂടി വ്യാപരിക്കുവാനും എല്ലാവരിലും ഇരിക്കുവാനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ദൈവമാണ് പിതാവ്. ഈ പറയുന്ന ആൾക്കാരും ദൈവമല്ല.
അതുകൊണ്ട് അവർക്ക് പിതാവാനൊക്കത്തില്ല. അതെ. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്കും പിതാവും വിധവയാർക്ക് ന്യായപാലകനും ആകുന്നു. ഇതിന്റെ അർത്ഥം തന്തയില്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ദൈവം തമ്പുരാൻ തന്തയാ. അതെ. ഈ ഒരു മനോഭാവം ഉള്ളവന്മാരാണോ ഈ എന്നെ പിതാവേ പിതാവേ എന്ന് വിളിക്കണം, വിശുദ്ധ പിതാവേ എന്നൊക്കെ വിളിക്കണം എന്ന് പറയുന്നവരാരും ഇങ്ങനെ പെട്ടവരല്ല. ഇത് ദൈവത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള. എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളുടെ മനയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. ഈ കൈപ്പണിയായ മനുഷ്യനെ ഉണ്ടാക്കിയതാരാ? അവന്റെ പിതാവാണ്. വേറുള്ള ആർക്കും അത് പറയാൻ സാധിക്കില്ല. നമ്മള് എല്ലാവരും കളിമണ്ണും ഉണ്ടാക്കുന്നത് അതിന്റെ മനയുന്നവനുമാകുന്നു. മനയുന്നവനാണ് പിതാവ്, അല്ലാതെ നോക്കി നിൽക്കുന്നവനല്ല. പിന്നെ അടുത്തത്, കാൺമീൻ ഞാൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല. ഇതൊരു പ്രസക്ത ഭാഗമാണ്. എന്താന്ന് വെച്ചിരുന്നാൽ, ഈ പുരോഹിതന്മാര് എന്ന് പറഞ്ഞവർ നിന്നുപോയി. അവര് നമ്മളെ അറിയാത്തത് കൊണ്ട് അവര് നമ്മളെ കൊണ്ട് പരിശുദ്ധ പിതാവേ എന്നൊക്കെ നമ്മളെ കൊണ്ട് വിളിപ്പിക്കുന്നതാണ്. ഇതെല്ലാം തെറ്റാണ്. ഇതിനൊന്നും അർഹതയില്ല. അത് അവർക്ക് പാപമാണ്. ആക്ച്വലി പൈശാചിക പ്രവൃത്തിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു നമ്മുടെ പിതാവ്, ദൈവം എന്ന് പറഞ്ഞിരുന്നാൽ വേറുള്ള ആൾക്കാരും പിതാവെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. ഇതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം ഭാഗങ്ങൾ പറയുന്നുണ്ട്. എല്ലാം കൂടെ പറഞ്ഞ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ മർത്തോമാ സഭയിലെ ആൾക്കാർക്ക് ഇത് അറിയാൻ ആഗ്രഹമില്ല. എന്താ കാരണം എന്നറിയാവോ? അവർ സൺഡേ സ്കൂളിൽ പോകുന്ന പിള്ളേരായിരുന്നു. അവരെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് പിതാവായ ദൈവമാണ് നമ്മുടെ പിതാവ്, വേറെ ആരെയും വിളിക്കരുതെന്ന് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് പരിശുദ്ധ പിതാവ് വേണ്ടവർ പിതാവേ എന്ന് അഡ്രസ് ചെയ്തൊക്കെ വിളിക്കുന്നത് കൂടുതലും ഈ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാ. അതിന്റെ കാരണം കുട്ടികൾക്ക് വേദപുസ്തകത്തെ കൈകൊണ്ട് തൊടാൻ അവർ പെർമിറ്റ് ചെയ്തിരുന്നില്ല. പ്രായമായവർക്ക് തന്നെ ഈ അടുത്ത ഒരു 10-30 വർഷത്തിന് മുമ്പ് മാത്രമാണ് പെർമിഷൻ കൊടുത്തത്. ആ ബൈബിളിനകത്താണെന്നുണ്ടെങ്കിൽ വേണ്ടാത്ത പുസ്തകങ്ങളുണ്ട്. ബൈബിളിൽ സാധാരണ നമ്മളാരും ഉപയോഗിക്കുന്ന ബൈബിളല്ല, അതിനകത്ത് വേണ്ടാത്ത 7 പുസ്തകങ്ങളുണ്ട്. അതിൽ മന്ത്രം തന്ത്രം എല്ലാം കൂടെ ചേർന്ന് ഉള്ളതാകയാൽ കുട്ടികളാരും അത് വായിക്കാൻ അവരനുവദിച്ചിരുന്നില്ല. അതേ സമയത്ത് സൺഡേ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അവർ ഫാദർ ഈസ് ഹെവൻലി ഫാദർ എന്ന് മത്തായിയുടെ സുവിശേഷം 6:14 പറയുന്നു. അവർ ഫാദർ ഈസ് ഹെവൻലി ഫാദർ എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് വേറൊരാളെ നിങ്ങൾക്ക് വെക്കാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ ലോർഡ് ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 11:25 പറയുന്നു. ലോർഡ് ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്നെ നിങ്ങൾ പരിശുദ്ധ പിതാവേ എന്ന് എന്നെ വിളിക്കുന്നു. ഞാൻ ഒന്നിന്റെ ലോഡല്ല. ഹെവൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത്ര എനിക്ക് അറിയത്തില്ല. എർത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത്ര എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഒരു ഊളനായിട്ട് നിങ്ങളെ കൊണ്ട് കമ്പൽ ചെയ്ത് എന്നെ വിളിപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് ഫണ്ടമെന്റലി റോങ്. പിന്നെ നമ്മളെ സൺഡേ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയും റൈച്ചസ് ഫാദർ. ഈ നമ്മുടെ കർത്താവിന് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് റൈച്ചസ് ഫാദർ. കാരണം നീതിയുടെ പിതാവേ എന്ന് വിളിക്കാൻ യോഗ്യൻ ദൈവം മാത്രമാണ്. ആ സ്ഥാനത്ത് നിങ്ങൾ എന്നെയോ അതുപോലെ വേറൊരാളെയോ നിർത്തിയാൽ നിങ്ങൾ പാപമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാദർ ഓഫ് മേഴ്സീസ്, ദൈവത്തിനെ ഫാദർ ഓഫ് മേഴ്സീസ് എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഈ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് വിധത്തിലുള്ള ആൾക്കാരുണ്ട്. എങ്കിലും അവർക്കെല്ലാം അന്യരോട് കരുണ കാണിക്കുന്നതിൽ ഈ ഒരു ഉന്നതമായ മനോഭാവം ഇല്ല. എന്നാൽ കരുണയുടെ വിഷയത്തിൽ നമ്മുടെ കർത്താവിനെ അതിജീവിക്കാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഗോഡ് ഓഫ് മേഴ്സീസ് എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യുക്തമായിട്ടുള്ള ഒരു വാക്കാണ്.
പിന്നൊന്ന് അവർ ഫാദർ ഓഫ് ഗ്ലോറി എന്ന് പറയും. ഈ ഗ്ലോറി എന്ന് പറയുന്നത് എനിക്കോ എന്നെ പോലുള്ള ഒരുത്തനോ ഒന്നും ഉപയോഗിക്കാവുന്ന വാക്കുകളല്ല അതൊക്കെ. ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഇന്റൻഡഡ് ഫോർ ഹോളി ഗോഡ് ആൻഡ് നോബഡി എൽസ്. ഇതിനെല്ലാം വിപരീതമായിട്ട് ആൾക്കാർ ഈ പറയുന്ന അപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുക എന്ന് പറയുന്ന പോലെ ഒരു വൃത്തികെട്ട ഒരു മനോഭാവമാണ് വിളിപ്പിക്കുന്നത്. അങ്ങനെ വിളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിന് ഉള്ളതായ മഹത്വം നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഇച്ചിരി ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരിക്കലും പാടില്ലാത്തതാണ്, അത് പാപകർമ്മമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. പിശാച് ഇവരെ ഓരോരുത്തരെയും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രേരിപ്പിച്ച് ഇവർ വിളിപ്പിക്കുന്നതാണ്. അത് തെറ്റിൻ്റെ അങ്ങേ അപ്പുറത്തെ തെറ്റാണ്. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരു പിതാവുണ്ട്, നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നമുക്ക് ഒരു ദൈവമുണ്ട്. ഇതെല്ലാം കൂടി ഒന്നാ. അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ നമുക്ക് സന്തോഷവും സമാധാനവും നമ്മുടെ വീട്ടിലുണ്ടാകും. ഇവർക്ക് അത് ഉണ്ടാവുകയില്ല. അങ്ങനെ വരാതിരിക്കട്ടെ. അതിന് കഴിയുന്നതും ദൈവത്തിന്റെ ആത്മാവ് അവരെ കറക്റ്റ് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരെ വിളിക്കാവുന്ന പദം എന്ന് പറയുന്നത് എന്താ പറയുക, ജീവനക്കാർ, കൂദാശ ജീവനക്കാർ, ഇവർക്ക് കൊടുക്കാവുന്ന ഒരു അപ്രോപ്രിയേറ്റ് പദം എന്താണ്? ഒരു അപ്രോപ്രിയേറ്റ് പദം നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വക്രതയിലുണ്ടായ സ്ഥാനമാണ്. കാരണം ഇവർക്കൊരു പ്രസക്തി, ഇങ്ങനെ ഒരു വാക്കേ ഇല്ല. അതായത് നമ്മുടെ സക്കറിയ പ്രവാചകൻ പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം ഒരു പുരോഹിതനും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു സംഗതി എന്താണെന്ന് വെച്ചിരുന്നാൽ, ഇത് യഹൂദന്മാർക്ക് കൊടുത്ത ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം യേശുവിൻ്റെ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് നമുക്ക് പ്രസക്തമാകുന്നത്. അപ്പോൾ യേശുബ്രാൻ ഒരു കാര്യം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ഈ കൂട്ടത്തിൽ പെടാത്ത യഹൂദന്മാരല്ലാത്ത ആടുകൾ എനിക്കുണ്ട്. അവരെന്റെ ശബ്ദം കേട്ട് തിരിച്ചറിയും. അവന്റെ ശബ്ദം, യേശുവിന്റെ ശബ്ദം, യേശു വിളിക്കുന്നു. ആ യേശു വിളിക്കുമ്പോൾ ആ യേശുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ കൂട്ടരാണ് നമ്മളെന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയാവോ? വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ യഹൂദനും ജാതികളും രണ്ടായിട്ട് വേർതിരിക്കപ്പെടും. നമ്മൾ ജാതികളിൽപ്പെട്ടവരാണ്. പക്ഷെ യേശു തമ്പുരാൻ എന്ത് ചെയ്തു? നമ്മുടെ ബലഹീനതകളൊന്നും നോക്കാതെ നമ്മളെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് നമ്മളെ വെറും കാട്ടൊലിവിന്റെ ക്വാളിറ്റീസേ നമുക്കുള്ളൂ. യഹൂദന്റെ ക്വാളിറ്റീസ് നമുക്കില്ല. കാട്ടൊലിവിന്റെ ക്വാളിറ്റീസ് ഉള്ളതായ നമ്മരെ യേശു തമ്പുരാനെ കെട്ടിപ്പിടിച്ചിട്ട് നല്ല ഒലിവ് വൃക്ഷം ആയ യേശുവിനോട് കൂട്ടിന്ന് കെട്ടി. അപ്പോഴെന്തു വരുമെന്നറിയാവോ? ഈ നടിച്ചുവരങ്ങിടിച്ചു കളഞ്ഞു. യഹൂദനും ജാതികളും എന്നുള്ള നടിച്ചുവരങ്ങിടുത്തി കളഞ്ഞിട്ട് കർത്താവ് നമ്മളെ തന്റെ സ്വന്തം ആൾക്കാരായിട്ട് അങ്ങ് ചേർത്തുകൊണ്ടാണ് പറയുക, അവരെന്റെ ശബ്ദം കേൾക്കും, ഞാൻ അവരെ പരിപാലിക്കും, ഒരാട്ടുംകൂട്ടും ഒരിടയനുമാകും എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം നമ്മളെല്ലാവരും യേശുവിന്റെ കണ്ണിൽ ഒന്നായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് തടസ്സം നിൽക്കുന്നത് പിശാചാണ് ഈ സംഗതികളെല്ലാം കൊണ്ടുവരുന്നത്. ഇപ്പോ സുനിൽ ചോദിച്ച ഇവർക്ക് കൊടുക്കത്തക്ക ഒരു പേര്, ഇത് കള്ളനാണയമാ. കള്ളനാണയത്തിന് പേരില്ല. സക്കറിയ പ്രവാചകനോട് കൂടി പൗരോഹിത്യം നിലച്ച സ്ഥിതിക്ക് ഇവരാരും പുരോഹിതന്മാരല്ല. ഇവർക്കൊരു പ്രസക്തിയേ ഇല്ല. ഇവരൊരു നാമം വിളിക്കപ്പെടാൻ പോലും അർഹരുമല്ല. ഒരിക്കലും പാടില്ല. അത് പാപകർമ്മമാണ്. ഇവർ കള്ളനാണയമാണ്. ഇവരാരും പൗരോഹിത്യത്തിലേക്ക് വരുന്നില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് സപ്പോസ് ഇപ്പൊ ഞാൻ പറയാം, സുനില് സുവിശേഷം കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ സുനിൽ ഒരു സുവിശേഷകനായി. അതിനു മുമ്പ് എന്തായി? ഒരു ശിഷ്യനായി മാറി. യേശുവിന്റെ ശിഷ്യനായി മാറിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഈ സുവിശേഷകൻ എന്നുള്ള നിലയിൽ വരാൻ നിങ്ങൾ യോഗ്യനാണ്. ഉടനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നോക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്യും. നിങ്ങൾ വിശുദ്ധനാണ്, നിങ്ങൾ എല്ലാ തരത്തിലും ദൈവത്തിന്റെ വേലയ്ക്ക് യോഗ്യനാണ്. പക്ഷേ ഇത് ഇവരെ സംബന്ധിച്ച് ബാധിക്കത്തില്ല.
കാരണം അവര് തെറ്റായ രീതിയിൽ പോയി പാപത്തിന്റെ വഴിയിലേക്ക് അങ്ങ് വീണ് കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇനി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് അവർ കർത്താവിന്റെ വഴിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അവർ ശിഷ്യന്മാരാകുകയാണെന്നുണ്ടെങ്കിൽ ചേർത്തുകൊള്ളാൻ കർത്താവിന് ഒരു കുഴപ്പമില്ല. ഇവർ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ ശിഷ്യന്മാരാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇതാണ് പ്രധാന ഘടകം. അവർ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് വരട്ടെ. അവരെ ചേർത്തുകൊള്ളാൻ കർത്താവിന് 100% സമ്മതമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.